തന്നെ ജസ്റ്റ് ഒരു 100 യൂണിറ്റ് ഓഫ് വെഹിക്കിൾ മാത്രമായിരിക്കുന്നതാണ് ധോണി എഡിഷൻ ആൻഡ് നമ്പർ 7 നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സീറ്റ് കവേഴ്സ് എല്ലാം ഒരു ലിമിറ്റഡ് എഡിഷൻ സീറ്റ് കവേഴ്സിൽ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫുള്ളി ഫോൾഡബിൾ ആൻഡ് റിമൂവബിൾ സീറ്റ്സ്. ഹായ് എവരിവൺ, എൻ്റെ പേര് അഞ്ജയ് എന്നാണ്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് EVMൻ്റെ ലാമേസൺ സിട്രോൺ മരട് ഷോറൂമിൽ നിന്നാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് C3 എയർക്രോസ് എന്നുള്ളൊരു മോഡലാണ്. C3 എയർക്രോസ് എന്നുള്ളൊരു മോഡൽ നമ്മുടെ സിട്രോണിൻ്റെ ഒരു SUV സെഗ്മെൻറ്റിൽ വരുന്നൊരു മോഡലാണ്. നമുക്കിതിൽ 5 സീറ്റർ ആൻഡ് 7 സീറ്റർ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമുക്ക് ഈ മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ C3 എയർക്രോസ് എന്നുള്ള ഈ മോഡലിൽ നമുക്ക് ധോണി എഡിഷൻ എന്നുള്ളൊരു ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കുറച്ച് ഗ്രാഫിക്സും കുറച്ച് അഡീഷണൽ സെറ്റിങ്സുമാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കാണാം, നമ്മുടെ ബോണറ്റിൽ തന്നെ ഒരു 7 എന്നുള്ളൊരു നമ്പർ നമുക്ക് ഗ്രാഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ട്രിബ്യൂട്ട് ടു ധോണിയാണ്. നമ്മുടെ ധോണി യൂസ് ചെയ്തിരുന്ന ജേഴ്സി നമ്പറായിട്ടുള്ള 7 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെഹിക്കിളിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാം, നമുക്ക് സിട്രോണിൻ്റെ ഒരു വലിയൊരു എംബ്ലം നമുക്ക് കൊടുത്തിട്ടുണ്ട്, ലോഗോ കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ലുക്സ് അപ്പിയറൻസ് കുറച്ചും കൂടി ഒരു മസ്കുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു ലോഗോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണാം, നമ്മുടെ എയർ ഡാം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് വെഹിക്കിളിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചും കൂടി അപ്പീലിംഗ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹെഡ് ലാമ്പിലേക്ക് നമുക്ക് വരുമ്പോഴേക്കും നമുക്ക് DRL വരുന്നത് V-ഷേപ്പ് DRLs ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ഹാലജൻ ഹെഡ് ലാമ്പ്സ്, കുറച്ചും കൂടി വിഷൻ കൂടിയ ഹെഡ് ലാമ്പ്സ് ആണ് നമ്മൾ ഹാലജൻ ഹെഡ് ലാമ്പ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ്സ് നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു ധോണി എഡിഷനിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ടിട്ട് തന്നെ ജസ്റ്റ് ഒരു 100 യൂണിറ്റ് ഓഫ് വെഹിക്കിൾ മാത്രമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു 100 പേർക്ക് മാത്രമേ നമ്മളെ ധോണി എഡിഷൻ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. നമുക്ക് ഓൾ ഇന്ത്യ ബേസിൽ നമുക്ക് 100 വെഹിക്കിൾസ് മാത്രമേ ധോണി എഡിഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന ഒരു 100 കസ്റ്റമേഴ്സിനായിരിക്കും ഈ ധോണി എഡിഷൻ വെഹിക്കിൾ കിട്ടുന്നത്. നമ്മുടെ വെഹിക്കിളിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ നമുക്കൊരു ഡുവൽ ടോൺ ആയിട്ടാണ് നമ്മുടെ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇപ്പോൾ നിലവിൽ പോളാർ വൈറ്റ് ആൻഡ് കോസ്മോ ബ്ലൂ കളറാണ് നമുക്കിപ്പോൾ എഡിഷൻ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ധോണി എഡിഷനിൽ കാണുന്ന ഗ്രാഫിക്സ് നമുക്ക് കാണാം. ധോണി എഡിഷൻ ആൻഡ് നമ്പർ 7 നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ 2 കാര്യങ്ങൾ നമ്മൾ സൈഡ് പ്രൊഫൈലിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് സൈഡ് ക്ലാഡിങ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വൈറ്റ് പാക്കിൽ അവൈലബിൾ ആണ്. ഇൻബിൽഡായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് സെയിം തന്നെ ആക്സസറീസിലും നമുക്കിത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടയർ പ്രൊഫൈൽ നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടയർ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് വന്ന് 215 ആണ് നമ്മുടെ വെഹിക്കിൾ ടയറിൽ വന്നിരിക്കുന്നത്. 215/60 R17 ഇഞ്ചസ് ആണ് നമ്മുടെ വെഹിക്കിളിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സെയിം ടയറിൽ തന്നെ അലോയ് വീൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് പ്ലസ് എന്നുള്ളൊരു വേരിയൻ്റ് ആണ്. മാക്സ് എന്നുള്ളൊരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ അലോയ്സും കൂടി നമ്മുടെ ഈ വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഓവറോൾ ലെങ്ത്ത് പറയാനാണെങ്കിൽ നമുക്ക് 4323 mm ആണ് നമുക്ക് ഓവറോൾ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് നമുക്കൊരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് പറയുന്നുണ്ട്. 2671 mm ആണ് നമുക്ക് വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5 സീറ്ററിലേക്ക് ഹൈറ്റ് വരുമ്പോൾ 1665 mm അതുപോലെ തന്നെ 7 സീറ്ററിലേക്ക് വരുമ്പോൾ ഒരു 4 mm ഡിഫറൻസ്, അതായത് 1669 mm നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മളുടെ വിഡ്ത്ത് പറയുകയാണെങ്കിൽ ഓവറോൾ വിഡ്ത്ത് വരുന്നത് 1796 mm ആണ് നമുക്ക് വരുന്നത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ
നമ്മുടെ വെഹിക്കിളിന് 200 ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് ഈ കാറ്റഗറിയിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എയർ ക്രോസിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ കോമ്പിനേഷൻ ഹാലജൻ ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. അത് കുറച്ചും കൂടി ഉള്ളിൽ നിന്നൊരു ബ്ലാക്ക് ആക്സെൻ്റ് എല്ലാം കൊടുത്ത് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു റിയർ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ധോണി എഡിഷനിൽ വന്നിട്ടുള്ള ഗ്രാഫിക്സ് 7 ആൻഡ് ധോണി എഡിഷൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് കാര്യങ്ങൾ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഡുവൽ ടോൺ ആണെങ്കിൽ ഏതാണോ റൂഫ് കളർ വരുന്നത് സെയിം കളർ തന്നെ ആയിരിക്കുള്ളൂ നമ്മുടെ സ്പോയിലറും നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഡീഫോഗ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഓപ്ഷനും കൂടിയാണ്. ഈ ഫീച്ചർ നമുക്ക് മാക്സ് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ വൈപ്പർ വിത്ത് വാഷറും കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനി നമ്മൾ ബൂട്ട് സ്പേസിലേക്ക് പോകുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ ഈ വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 5 സീറ്റർ വെഹിക്കിൾ ആണെങ്കിൽ 4, 5, 6 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ 7 സീറ്റർ ഉള്ളൊരു വെഹിക്കിൾ ആണെങ്കിൽ അതിന് വിത്ത് സീറ്റ്സ് നമ്മളിപ്പോൾ സീറ്റ്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 40 ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് കിട്ടുക. വിത്തൗട്ട് സീറ്റ്സ് നമുക്ക് ആ സീറ്റ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 511 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പാർസൽ ട്രേസ് ഓൾസോ നമുക്ക് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ബൂട്ടിൽ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്പെയർ വീലിൻ്റെ കാര്യങ്ങളും കൂടി പറയുകയാണ്. നമുക്ക് സ്പെയർ വീല് വരുന്നത് വെഹിക്കിളിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പെയർ വീൽ അവൈലബിൾ ആയിട്ടുള്ളത് 17 ഇഞ്ചസ് ടയേഴ്സ് തന്നെയാണ് നമ്മൾ സ്പെയർ വീലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെഹിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഫോൾഡബിൾ സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഫോൾഡബിൾ ആൻഡ് റിമൂവബിൾ സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ സീറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ആ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ട് 839 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നത്. ഇനി നമ്മുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് നമുക്ക് ഓട്ടോ ഡൗൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് 2 ഡോസിൻ്റെയും ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ റിയർ 2 ഡോസിൻ്റെയും സെൻട്രലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്നവർക്കും മുമ്പിലിരിക്കുന്നതും ഒരുപോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിലാണ് നമ്മുടെ പവർ വിൻഡോസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ധോണി എഡിഷനിൽ നമ്മൾ സീറ്റ് കവേഴ്സ് എല്ലാം ഒരു ലിമിറ്റഡ് എഡിഷൻ സീറ്റ് കവേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ട് ലെതറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ധോണിയുടെ നമ്പർ 7 നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു സിഗ്നേച്ചറും കൂടി വരുന്ന രീതിയിലുള്ള സീറ്റ് കവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ എഡിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കുഷ്യൻസും കൂടി ഈ ഒരു സീറ്റ് കവേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വെഹിക്കിളിൻ്റെ ആ ഒരു കോമ്പിനേഷനൊപ്പം നമ്മൾ ചേർന്ന് പോകുന്ന തരത്തിലാണ് നമുക്ക് ഈ സീറ്റ് കവേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാം ഒരു 7 ഇഞ്ചസ് TFT കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഇതിൽ നോർമലായിട്ടുള്ള ട്രിപ്പ് മീറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ RPM മീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്കണോമി ഡ്രൈവ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഡോമീറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ TFT ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുമ്പോൾ നമുക്കൊരു 10 ഇഞ്ചസിൻ്റെ മൾട്ടിമീഡിയ സ്റ്റീരിയോ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ ഇത് രണ്ടും നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിന് കൂടെ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിന് ഇൻറ്റീരിയറിൽ കാണാൻ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ AC വന്നിട്ട് ട്രോപ്പിക്കൽ മിസ്റ്റ് AC എന്നാണ് നമ്മൾ പറയുന്നത്. കമ്പനി പറയുന്നത് ട്രോപ്പിക്കൽ മിസ്റ്റ് AC എന്നാണ്. സ്പെഷ്യലി ഡിസൈൻ ഫോർ ഇന്ത്യൻ വെതേഴ്സാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു AC കൂടിയാണ് സിട്രോൺ എന്നുള്ളൊരു ബ്രാൻഡ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. AC മാനുവൽ AC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡുവൽ എയർ ബാഗ്സ് നമുക്ക് വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കോ ഡ്രൈവർ സൈഡും പിന്നെ ഡ്രൈവർ സൈഡും ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസിൽ നമുക്ക് മൊബൈൽ ചാർജിങ് ഓപ്ഷൻസ് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ USB പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കേബിൾ
പോർട്ടിൽ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. അതും ഫാസ്റ്റ് ചാർജർ പ്രൊവിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12 വോട്ടിൻ്റെ നമുക്കൊരു ചാർജിങ് യൂണിറ്റും കൂടി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റിയറിലേക്ക് വരുമ്പോഴും സെയിം നമുക്ക് 2 യൂണിറ്റ് ഫാസ്റ്റ് ചാർജിങ് പോർട്ട് നമ്മുടെ പുറകിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഡാഷ് വന്നിട്ട് ഡുവൽ ടോൺ നമുക്ക് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ഒരു ഐവറി ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വെഹിക്കിളിന് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ധോണി എഡിഷനിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മുടെ ഡാഷ് ക്യാം ആണ്. നമുക്ക് ഡാഷ് ക്യാം നമുക്ക് നിലവിൽ ഈ ധോണി എഡിഷനിൽ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കൂടിയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ളത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫുള്ളി AT ട്രാൻസ്മിഷനാണ് നമുക്ക് വരുന്നത്. നമ്മുടെ റിയർ സീറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫുള്ളി ഫോൾഡബിൾ ആൻഡ് റിമൂവബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾഡബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കിത് യെസ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി. ലിഫ്റ്റ് ചെയ്യാം. യെസ്, നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബെഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ലോങ് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഒരു ബെഡ് സ്പേസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനും കൂടി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. എൻജിൻ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 3 സിലിണ്ടറാണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഇനി പവർ സ്പെക്ക് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 110 PS നമുക്ക് പവർ തരുന്നൊരു വെഹിക്കിളാണ് C3 എയർക്രോസ്. അതുപോലെ തന്നെ ടോർക്ക് വന്നിട്ട് 190 Nm ഫോർ മാനുവൽ ആൻഡ് 200 ഫോർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. നമ്മുടെ 1.2 ലിറ്റർ ടർബോ വരുന്ന ഈ ഒരു C3 എയർക്രോസ് എന്നുള്ള മോഡലിൽ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. അതിൽ മാനുവൽ വെഹിക്കിളിന് നമുക്ക് വരുന്ന മൈലേജ് വന്നിട്ട് 19.3 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 17.5 ആണ് നമുക്ക് പെർ ലിറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സിട്രോൺ എന്നുള്ളൊരു മോഡലിൻ്റെ എൻക്വയറീസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ ഷോറൂം വന്നിട്ട് മരടുള്ള ലാമേസൺ സിട്രോൺ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് സിട്രോൺ C3 എയർക്രോസിനെ കുറിച്ചോ സിട്രോണിൻ്റെ മറ്റുള്ള വാഹനങ്ങളെക്കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടോ ടെസ്റ്റ് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കൊച്ചി മരടിലുള്ള ലമൈസൺ സിട്രോൺ ഷോറൂമിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.